ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ഭാര്യയെയും ചെറിയ കുഞ്ഞിനെയും മക്കയുടെ പരിസരത്ത് ഉപേക്ഷിച്ച് തിരിച്ചു പോകുമ്പോൾ ഒരു ദുആ നടത്തിയിരുന്നു. അള്ളാഹുവെ, ഈ നാടിനെ നീ സുരക്ഷിതമാക്കണം, ഈ നാട്ടിൽ എല്ലാവിധ പഴവർഗ്ഗങ്ങളും ഈ നാട്ടുകാർക്ക് വിശ്വസിച്ചവർക്ക് നീ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ദുആ. ആ ദുആയുടെ ഫലമായി ഹാജർ റളിയല്ലാഹു അൻഹായും മകനും താമസിക്കുന്ന സ്ഥലത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അമാലിക്കത്ത് വർഗക്കാർ അറഫയിൽ തമ്പടിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഒട്ടകത്തെ ഒരിക്കൽ കാണാതായി. അതെങ്ങോട്ടോ നടന്നുപോയി. ഒട്ടകത്തെ സംരക്ഷിക്കാനുള്ള ചുമതല അടിമകൾക്കാണ്. കാണാതെ പോയ ഒട്ടകങ്ങളെ തിരഞ്ഞു പിടിക്കേണ്ടതും അടിമകൾ തന്നെ. അമാലിക വർഗക്കാരുടെ നേതാവ് കൽപ്പിക്കുകയാണ്, ഒട്ടകത്തെ വേഗം പോയി കണ്ടുപിടിക്കുക അടിമകളോട്. അങ്ങനെ അടിമകൾ ഒട്ടകത്തെ അന്വേഷിച്ച് പുറപ്പെട്ടു. അവർ പല വഴി സഞ്ചരിച്ചു. അബൂ ഖുബൈസ് മലയിലും എത്തി. അവർ ദൂരെ ഒരു തിളക്കം കാണുകയാണ്. വെള്ളം, പറവുകൾ പറക്കുന്നുണ്ട്. അവിടെ വെള്ളമുണ്ട് എന്ന കാര്യം അവർക്ക് ഉറപ്പായി. ഈ വിവരം യജമാനെ പോയി അറിയിക്കുകയാണ് അടിമകൾ. യജമാനെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു. അവർക്ക് വലിയ അതിശയം തോന്നി. ആ പാറക്കൂട്ടത്തിൻ്റെ ഇടയിൽ എങ്ങനെ വെള്ളമുണ്ടാവാനാണ്? വലിയ അതിശയം. അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അടിമകൾ പറയുന്നു, ഞങ്ങൾ അവിടെ വെള്ളത്തിൻ്റെ തിളക്കം കണ്ടു, പറവകൾ പാറി പറക്കുന്നത് കണ്ടു. അങ്ങനെ നേതാവ് അവിടെ പോവാൻ തീരുമാനിച്ചു. ഇവരും പുറപ്പെട്ടു. ചരിത്ര നിമിഷങ്ങളാണ് പിന്നെ സംഭവിക്കുന്നത്. അവർ താഴ്വരയിലെത്തി. ആശ്ചര്യകരമായ കാഴ്ച കണ്ടു. അവിടെ ഒരു ഉമ്മയും മകനുമുണ്ട്. സംസം വെള്ളമുണ്ട്. അങ്ങനെ ആ ഉമ്മാക്കും മകനും അതാ അവർ പഴവർഗ്ഗങ്ങൾ നൽകുകയാണ്. അറിഞ്ഞവർ കാഫിലക്കാർ ഈ ഭാഗം സന്ദർശിക്കുകയാണ്. അവരുടെ ആ ഭാണ്ഡക്കെട്ടുകളുമായി ആ താഴ്വരയിൽ അവർ വരികയാണ്. ഭാണ്ഡക്കെട്ടുകൾ അഴിക്കുന്നു, പഴവർഗ്ഗങ്ങൾ പുറത്തെടുക്കുന്നു. അതിൽ ഈത്തപ്പഴമുണ്ട്, അത്തിപ്പഴമുണ്ട്, മുന്തിരിയുണ്ട്, പലവിധ പഴവർഗ്ഗങ്ങളുമുണ്ട്. അതെല്ലാം ഹാജർ റളിയല്ലാഹു അൻഹാക്കും മകനും നൽകുകയാണ്. അവർ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയുമാണ്.